വെൽക്കം ബാക്ക് ടു ഖദീജ സുൽത്താനാസ് അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുമ്പോൾ വാട്ട്സ് ഇൻ മൈ ബാഗ് മോം എഡിഷൻ ആണ് കേട്ടോ. ഞാനൊരു സ്ഥലത്ത് പോകാനിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ഫ്രഷ് ആവാൻ കയറിയിട്ടേ ഉള്ളൂ. എൻ്റെ അവൾ ഉറക്കമാണ്. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാമെന്നുള്ള രീതിയിൽ എടുത്തതാണ്. പക്ഷെ ഞാൻ കുറേ ചിന്തിച്ചു എന്ത് കോണ്ടൻറ്റാണ് ചെയ്യാന്ന്. അപ്പോൾ ഓൾറെഡി ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈ നോട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വാട്ട്സ് ഇൻ മൈ ബാഗ് ചെയ്യാം എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ലാസ്റ്റ് ഇത് എന്താവും എന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഐ ഹാവ് നോ ഐഡിയ. സോ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, BGM ഒക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ ബാഗ്. ഇതിൻ്റെ അകത്താണ് എൻ്റെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നത്. അയ്യോ സോറി, എൻ്റെ അല്ല ഹാലയുടെ സാധനങ്ങളൊക്കെ ഇരിക്കുന്നത് എല്ലാം. അപ്പോൾ ഗൈസ് ഓക്കെ, ഈ ഒരു സാധനത്തിനെ പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞാനൊരു എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഈ ഹോസ്പിറ്റൽ ബാഗൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസിന് ഇറങ്ങിയ ടൈമായിരുന്നു ഈ ഒരു ബാഗിനെ ഞാൻ കണ്ടത്. ശരിക്കും എനിക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും, അതായത് ഒരുപാട് സാധനങ്ങൾ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലൊരു നല്ല അത്യാവശ്യം സ്പേസ് ഒക്കെ ഉള്ള ഒരു ബാഗാണ് ഞാൻ തപ്പിയത്. കിട്ടിയത് ഇതായിരുന്നു. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്തത് ഒരു ബ്ലാക്ക് കളറാണ്. പക്ഷെ എനിക്ക് ബ്ലാക്ക് കളർ കിട്ടിയിരുന്നില്ല. ബ്ലാക്ക് കളറാകുമ്പോൾ ഏതൊരു ഔട്ട്ഫിറ്റ്സിൻ്റെയും കൂടെ സെറ്റായി പോകും. പക്ഷേ ലാവൻഡർ അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ ഇതേതോ കളറ്. അപ്പോൾ ഇങ്ങനെ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിലും ബ്ലാക്ക് കളർ പ്രിഫർ ചെയ്തത്. പക്ഷേ കിട്ടിയില്ല. അപ്പോൾ റീസെൻ്റ്ലി ഞാനിങ്ങനെ വേറൊരു കാര്യത്തിനായിട്ട് ഇങ്ങനെ മാക്സിലോട്ട് പോയ സമയത്ത് അവിടെ കിടപ്പുണ്ട് ഒരു 7. ഇത് ഞാൻ സത്യത്തിലും പറഞ്ഞാൽ ശരിക്കും ഒരു 1500 സംതിങ്ങിന് ഇങ്ങാണ്ട് പർച്ചേസ് ചെയ്ത സാധനമാണിത്. ഞാൻ അവിടെ മാക്സിൽ പോയപ്പോൾ ഒരു 700-800 റേഞ്ചിൽ സൂപ്പർ സാധനങ്ങൾ കിടപ്പുണ്ട്. ഞാനങ്ങ് അന്തം വിട്ടുപോയി. ബ്ലാക്ക് കിടപ്പുണ്ട്. എല്ലാ ഔട്ട്ഫിറ്റ്സിൻ്റെയും കൂടെ ഒത്തുപോകുന്ന കുറേ കളേഴ്സ്, എസ്പെഷ്യലി ബ്ലാക്ക് സൂപ്പർ സാധനം. ഇതിനേക്കാളും വലുതാണെന്ന് തോന്നുന്നു. ശരിക്കും അതിനുശേഷം എനിക്ക് ഭയങ്കര റിഗ്രറ്റാണ്. അതുകൊണ്ട് അതിനുശേഷം എനിക്കിതിനെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പോൾ അതാണ് സംഭവം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നി ആ ടൈമിൽ. അതുപോലെ എന്നെപ്പോലെ മണ്ടത്തരങ്ങൾ നിങ്ങൾ കാണിക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് ഈ ബാഗിൻ്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ തുറക്കുമ്പോൾ ഇതാ കാണുന്നു ഡയപ്പേഴ്സ്. 1, 2, 3. ഞാൻ 3 to 4 എടുത്ത് വെക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഡയപ്പേഴ്സാണ്. അപ്പോൾ ഈ ഡയപ്പറിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്കൊരു ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വരിക. റീസെൻ്റ്ലി ഞാനിങ്ങനെ കോളേജിൽ പോയ സമയത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ലുലു മോളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ടൈമിലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ അത്രയും നേരം വെച്ചിരുന്ന് എനിക്ക് കുറച്ച് റെസ്റ്റ് വേണം എന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ റിലേറ്റീവിന് ഹാൻഡ് ഓവർ ചെയ്തോളാം. അവളെ പിടിച്ചിരുന്നു കുറച്ച് നേരത്തേക്ക് ഫുഡ് കഴിക്കുന്നത് അവിടെ എത്തുന്നത് വരെ ഒന്ന് പിടിച്ചേക്കാവോ എന്നും പറഞ്ഞ് ഞാൻ കൊടുത്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഹാല ആളുടെ പാൻസ് ഫുള്ള് അപ്പിയിട്ട് നാറ്റിച്ചു. ഓക്കെ, അപ്പോൾ ആകെ മൊത്തം നാശക്കൂടാലിയായി. പിന്നെ ആളടുത്തുള്ള ഹോട്ടലിലെ വാഷ്റൂമിൽ പോയി ക്ലീൻ ചെയ്ത് അപ്പോൾ ഫുള്ള് സീനായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഡയപ്പേഴ്സ് കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം ഇപ്പോൾ റീസെൻ്റ്ലി എനിക്കിപ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ആ ഒരു ഇൻസിഡൻ്റാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പാവം. അപ്പോൾ ഓക്കെ, ഡയപ്പേഴ്സ്. ദെൻ നമുക്ക് ഹാലയുടെ കോംബ്. നോട്ട് ഓൺലി 1-2 കോംബ്സ്. ഈ കോംബ് എന്ന് പറയുമ്പോൾ അവൾക്ക് സത്യത്തിലും തലയ്ക്കകത്ത് കൂടിപ്പോയൊരു 1-2 മുടി കാണും. പക്ഷേ ഇത് ഞാൻ റീസെൻ്റ്ലി മേടിച്ചതാണ്. ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ സാധനമാണ്. അപ്പോൾ എനിക്ക് അവളുടെ ആ 1-2 മുടിയാണെങ്കിൽ തന്നെ ഞാനിങ്ങനെ ചീകി വെക്കുമ്പോൾ ഓൾവേസ് പ്രെട്ടി. പക്ഷേ ഞാൻ ഒന്നുകൂടെ ചീകി വെക്കുമ്പോൾ കുറച്ചുകൂടെ പ്രെട്ടിയാകും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ ഹെയറൊക്കെ ഒന്ന് നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു കോമ്പിനെ എപ്പോഴും കീപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത സാധനം വൈപ്സ് ആണ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് വെരി ഇമ്പോർട്ടൻറ്റ് സാധനമാണ് ഈ വൈപ്സ് എന്ന് പറയുന്നത്. ശരിക്കും ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ വൈപ്സ് ആണ്. ദിസ് ഇസ് നോട്ട് വാട്ടർ വൈപ്സ് അല്ല, ഇത് വെറ്റ് വൈപ്സ് ആണ്. അപ്പോൾ ഞാൻ ഇവൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ മദേഴ്സ് സ്പ്രാഷിൻ്റെ വാട്ടർ വൈപ്സ് ആയിരുന്നു. എനിക്കൊരു ചീത്ത സ്വഭാവമുണ്ട്. അത് സംഭവം
എല്ലാം തീരുമ്പോഴായിരിക്കും ഓർക്കുന്ന അയ്യോ തീർന്നു അടുത്തത് മേടിക്കണം എന്ന്. റീസെൻ്റ്ലി ഞാനിപ്പം മദേഴ്സ് പാഷൻ്റെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആളുടെ അടുത്ത് പറയുന്നത് ഇതുപോലെ തീർന്നിട്ടുണ്ട് നമുക്ക് മേടിക്കണം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് ഷോപ്പിൽ തപ്പി ഈ സാധനം കിട്ടിയില്ല. കിട്ടാണ്ടായപ്പോൾ മേടിച്ചതാണിത്. പക്ഷേ മദേഴ്സ് പാഷൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുമ്പോൾ അത് നോൺ ഫ്രാഗ്രൻ്റ് ആണ് കേട്ടോ. എനിക്ക് ഈ നമ്മളെപ്പോഴും ബേബീസിന് യൂസ് ചെയ്യുന്ന വൈപ്സ് കഴിവതും ഈ എന്താ ആ ഒരു ഫ്രേഗ്രൻസ് ഇല്ലാത്തത് യൂസ് ചെയ്തതാണ് ബെറ്റർ. എനിക്കതാണ് ഇഷ്ടം. പക്ഷേ ഇതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഞാനത് യൂസ് ചെയ്തിട്ടില്ല, ഇനി വേണം യൂസ് ചെയ്യാൻ. സോ വൈപ്സ്. അടുത്തത് ടോയ്സ്. 1 2 3 4 5. ഇത് അവള് കൊള്ളാമല്ലേ, നല്ല കളേഴ്സ്. ഇത് അവൾ കരയുമ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ടോയ്സ് എന്ന് പറയുമ്പോൾ. ഇത് വെച്ച് കളിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷേ ഇല്ല, ഈ ശബ്ദം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇത് വെച്ച് ഞാൻ അവൾക്ക് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടോയ്സ്. വാട്ട് എ കളേഴ്സ്, തെറിച്ച് നിൽക്കും. സോ അപ്പം അത്രേ ഉള്ളൂ. ഇത് ഇത്രയും ഹാലാടത് കണ്ടില്ലേ, ഇതെൻ്റെ സൺസ്ക്രീൻ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചതാണ് സൺസ്ക്രീൻ. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് പറയാൻ, ബാക്കിയെല്ലാം ഹാലാടതാണ്. എൻ്റെ അടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1 pair of dress, 2 pair of dress, 3 pair of dress, 4 pair of dress. ഈ ഡ്രസ്സിന് പിന്നിലും ഒരു സ്റ്റോറി ഉണ്ട്. ലൈക്ക് ഞാനൊരു പുതിയ അമ്മയാണല്ലോ, ഞാനൊരു അമ്മയാണല്ലോ. ഞാനിങ്ങനെ ഫാമിലി ആയിട്ട് ഒരു റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഒരു 1.5 hour അല്ലെങ്കിൽ 2 hour അടുപ്പിച്ചുണ്ട് അവരെ വീടെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രയും ലോങ് ആണ്. ഞാൻ ഇവൾക്കൊരു ഡ്രസ്സ് ഇട്ട് കൊടുത്തു. സഡൻലി ഒരു സ്പോട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവൾ ഫുൾ വോമിറ്റ് ചെയ്ത് ആകെ കുളമാക്കി ഡ്രസ്സൊക്കെ. അത്യാവശ്യം അത് എന്തുവാ അത്ര ഷോപ്പൊന്നും ഇല്ലാത്ത കുറച്ച് ഉള്ളിലോട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. അവിടെ വെച്ചാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഉമ്മ എന്നോട് ചോദിച്ചു അടുത്ത ഡ്രസ്സ് എവിടെ, കുഞ്ഞിന് ഇട്ട് കൊടുക്കരുതാ. ഐ വാസ് ടോട്ടലി എന്നിട്ടില്ല. ഞാൻ ഒരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്കറിയത്തില്ല ഇങ്ങനത്തെ സിറ്റുവേഷൻ 2-3 ഡ്രസ്സൊക്കെ ഇങ്ങനെ കരുതി വെക്കണം എന്നുള്ള കാര്യം എനിക്കറിയത്തില്ലായിരുന്നു. ആ ഒരു ഇൻസിഡൻറ്റിൽ എല്ലാവരും കൂടി നിന്ന് എന്നെ പറയാൻ തുടങ്ങി, നീ എന്താണ് ഈ കാണിക്കുന്നത്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. അതെനിക്ക് വല്ലാത്തൊരു ട്രോമയായിരുന്നു കേട്ടോ. നമ്മൾ ഈ സ്കൂളിലൊക്കെ ഒരു പണിഷ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ നമ്മൾ ആ കാര്യം ഒരിക്കലും ചെയ്യാതിരിക്കത്തില്ല. കറക്റ്റായിട്ട് നമ്മൾ ഓർക്കും. അതുപോലെയാണിത്. അതെനിക്കൊരു പണിഷ്മെൻറ്റ് പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എവിടെ പോയിരുന്നാലും ഈവൻ ഇവിടെ നിന്ന് തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയാൽ പോലും ഐ കീപ് 1 dress എക്സ്ട്രാ. സോ അതാണ് ഇത്രയും എടുത്ത് വെച്ചേക്കുന്നത്. ആൻഡ് അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ്സ് എ ഡ്രൈ ഷീറ്റാണ്. ലൈക്ക് ഇപ്പോൾ കാറിൽ വെച്ചെങ്ങാനും ആളുടെ ഡയപ്പർ ഡേർട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഡേർട്ടി ഡയപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാർ സീറ്റിൽ നമ്മൾ വിരിച്ചിട്ടാണ് ചേഞ്ച് ചെയ്യാറ്. സോ ഡ്രൈ ഷീറ്റ്. പിന്നെന്ന് പറയുമ്പോൾ കുറച്ച് ആക്സസറീസാണ്. സോക്സ്, ഹെയർ ബാൻഡ്സ്. ഡ്രസ്സ് മാറ്റുമ്പോൾ അതിനനുസരിച്ച് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആക്സസറീസ്. സോ ഡോണ്ട് ഫോർഗെറ്റ് ആക്സസറീസ്. അടുത്തത് പറയുമ്പോൾ ഫേസ് ടവലാണ്. ലൈക്ക് ഇപ്പോൾ സ്പിറ്റപ്പൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അയാളുടെ ഫേസും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെപ്പോഴും ഇത് കരുതാറുണ്ട്. ഇതും എനിക്ക് ഒരു ഇൻസിഡൻറ്റ് ഞാൻ എടുക്കാണ്ടായി, പണിഷ്മെൻറ്റ് പോലെ കിട്ടി, പിന്നെ ഓർത്ത് വെച്ച് എടുക്കുന്നൊരു സാധനമാണ് ഈ ഫേസ് ടവൽ. സോ നെക്സ്റ്റ് അപ്പം അത്രയേ ഉള്ളൂ, തീർന്നു അല്ലേ? പിന്നെ ഉണ്ട് കേട്ടോ റാഷ് ക്രീം. ഇത് സെബാമെഡിൻ്റെ ആണ് കേട്ടോ. ലൈക്ക് ഞാൻ ഇവൾക്ക് ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ പ്രോഡക്റ്റും സെറ്റാഫിലിൻ്റെ ആയിരുന്നു. സോ എനിക്ക് അതിനേക്കാളും ബെറ്ററായിട്ട് തോന്നിയത് സെബാമെഡാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ എല്ലാ പ്രോഡക്റ്റ്സും ലൈക്ക് അവരുടെ ലോഷൻ, ഫേസ് ക്രീം എല്ലാം സെബാമെഡിൻ്റെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ സെബാമെഡിൻ്റെ റാഷ് ക്രീമാണ്. ഇത് ഞാൻ എവിടെ പോയെന്നാലും കൊണ്ടുപോകാറുണ്ട്. ഇത് ഏറ്റവും വലിയൊരു ആയുധമാണ്. ആൻഡ് സം ഓഫ് ഹെർ മെഡിസിൻസ്.
ആൾക്ക് റീസെൻ്റ്ലി ഒരു ബുദ്ധിമുട്ട് പോലെ വന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കുറച്ച് മെഡിസിൻസ് ആണ്. അതിൻ്റെ മെഡിസിൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫില്ലർ, ഇതിനെന്താ പറയുക, ഡ്രോപ്പ് ഫില്ലർ, അങ്ങനെ എന്തൊക്കെയൊക്കെ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാല ബേബിയുടെ ബാഗിലുള്ളത്. ഇതൊക്കെയുള്ളൂ, എൻ്റെ ഒരു സാധനവും ഇല്ല കേട്ടോ. പിന്നെ ഞാൻ എക്സ്ട്രാ എടുക്കുന്നത് എൻ്റെ ഫോൺ മാത്രമാണ്. സോറി, ഫോണിലാണ് ഞാനിപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ ബാഗിൽ ഇതൊക്കെയുള്ളൂ, എൻ്റെ ഒരു സാധനവും ഇല്ല കേട്ടോ. ലൈക്ക് എല്ലാം ഹാലയുടെ സാധനങ്ങളാണ്. യാ, അമ്മയായുള്ള അവസ്ഥ ഇത് തന്നെയാണോ എല്ലാവരുടെയും? ഇതൊക്കെ തന്നെയല്ലേ എല്ലാവരുടെ ബാഗിലുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ത്യാഗികളാണ് നമ്മളെ അമ്മമാർ അല്ലേ. ലൈക്ക് നമ്മളെ സാധനങ്ങൾ പോലും വെക്കാറില്ല, എല്ലാം മക്കൾക്കായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ഇനി വല്ലതുണ്ടോ? ഓ സീരിയസ്ലി, ഇത് സംഭവം എനിക്ക് ഇടയ്ക്ക് വെച്ച് വന്നു. കരിവളകൾ, ഇത് എങ്ങനെ എൻ്റെ ബാഗിൽ വന്നു എനിക്കറിയാൻ പറ്റത്തില്ല, എനിക്കറിയത്തില്ല. പക്ഷേ കുറച്ച് കരിവളകളുണ്ട് കേട്ടോ. ഇതെന്നെ കേൾക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ, ഇത്രയേ ഉള്ളൂ ഈ ബാഗിൻ്റെ അകത്ത്. നിങ്ങൾ കണ്ടില്ല, എൻ്റെ ഒരു സാധനം പോലും ഇല്ല. ഓ, ഒരെണ്ണം ഉണ്ടായിരുന്നല്ലേ, സൺസ്ക്രീൻ. അതല്ലാണ്ട് എൻ്റെ വേറെ ഒരു സാധനവും ഈ ബാഗിൻ്റെ അകത്തില്ല. ഇതാണ് എന്താ പറയുന്ന അമ്മ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ബട്ട് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഒരു ചെറിയ ചാനലിനെ വലുതാക്കണം, അത് നിങ്ങളെ കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്. ആൻറ്റിൽ ദെൻ, ദിസ് ഇസ് ഖദീജ സുൽത്താൻ സൈനിങ് ഓഫ്. ബൈ.